യോ ഗായ്സ്, ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ണൂർ നിക്സാൻ ഇലക്ട്രോണിക്സിന്റെ ചെറിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൊമോഷൻ വർക്കാണ് ഗായ്സ്. അപ്പൊ ഇന്ന് കണ്ണൂരേക്ക് പോകുന്ന വ്ലോഗാണ്. അപ്പൊ ഇപ്പൊ ഞാനുള്ളത് എന്റെ വീട്ടിൽ നിന്ന് മുന്നുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഗായ്സ്. മുന്നു ഉണ്ട് കൂടെ, അതേപോലെ അമ്മാച്ചു കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ നമ്മളെ കൂടെ വരുന്നുണ്ട്. അവൻ മംഗലാപുരത്തേക്ക് പോവാണ്. അപ്പൊ അവനെയും പിക്ക് ചെയ്യണം ഗായ്സ്. ഇപ്പൊ സമയം ഏകദേശം 9:15 ആയിട്ടുണ്ട്. 10-11 മണിക്ക് കണ്ണൂർ എത്താനാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് കണ്ണൂർ പോയിട്ട് വരുന്ന വ്ലോഗ് നോക്കാം ഗായ്സ്. അപ്പൊ ഗായ്സ് അങ്ങനെ മുന്നുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടത്തിലേക്ക് അതിസാഹസികമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫ്രണ്ടിൽ കാണാം ഒരു മൈനയല്ലേ ഗൈസ്, ചെമ്പോത്ത് ഗൈസ്. ചെമ്പോത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് പൈസ കിട്ടുമെന്നാണ് പറയുന്നത്. അതേ ഗൈസ്, ഇന്ന് എനിക്ക് കുറെ പൈസ കിട്ടുമെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നുണ്ട് ഗൈസ്. വണ്ടി തിരിച്ചിട്ട് മുന്നൂനെ കൂട്ടാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഗൈസ്. നിങ്ങൾ അവിടെ കാണുന്നുണ്ട് ഗൈസ്. അവിടെയൊക്കെ ഫുള്ള് കാർമേഘം കൊണ്ട് മൂടിയിട്ടുള്ളത്. ഇവിടെ ഒരു പശുവമ്പയുണ്ട് ഗൈസ്. നല്ല വൈബില്ലേ ഗൈസ് ഈ ഒരു വ്യൂ കാണാൻ ഗൈസ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണ് ഗൈസ്, കാരണം അത്രയും നല്ലൊരു ക്ലൈമറ്റ്. അങ്ങനെ ഫൈനലി മുന്നൂനെ പിക്ക് ചെയ്ത് അമ്മാച്ചുനെ പിക്ക് ചെയ്ത് നമ്മൾ അഞ്ചരക്കണ്ടി ടൗണിലാണ് ഉള്ളത് ഗായ്സ്. നല്ല കാർമയൊക്കെ ഉണ്ട് ഗായ്സ്. ഇന്നെന്തായാലും വീഡിയോ എടുത്തേ പറ്റുള്ളൂ. വീഡിയോ എടുക്കാണ്ട് ഞാൻ തിരിച്ചു വരില്ല, കാരണം വണ്ടിക്ക് 1000 രൂപയുടെ എണ്ണയൊക്കെ അടിച്ച് ഗായ്സ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാണ്ട് പറ്റില്ല, കാരണം അല്ലെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ 1000 രൂപ എനിക്ക് നഷ്ടമായിരിക്കും. പിന്നെ ഇന്നത്തെ ടൈമും ദിവസമൊക്കെ. അതേപോലെ തിരിച്ചു വരുമ്പോൾ ഈ അഞ്ചരക്കണ്ടിയിൽ വന്നിട്ട് പിസ്താഷോ കുനാഫയും കൂടി ഞാൻ ട്രൈ ചെയ്തിട്ട് ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുള്ളൂ ഗൈസ്. അമ്മാച്ചു തിരിച്ച് തലശ്ശേരിയിലേക്ക് പോവാണ്. തലശ്ശേരിയിലേക്കല്ല, എവിടത്തേക്ക് പോകുന്നേ? അതെ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ടു മംഗലാപുരത്തേക്ക് പോവാണ്. സമയം ഇപ്പം കറക്റ്റ് 11 മണി ആവുന്നേ ഉള്ളൂ ഗൈസ്. പക്ഷെ ക്ലൈമറ്റ് നോക്കിയേ, വൈകുന്നേരം 5 മണീന്റെ ക്ലൈമറ്റ് ആണ് ഗൈസ്. നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ്. ഈ ക്ലൈമറ്റിലുണ്ടല്ലോ ഗായ്സ്, മുന്നു ഇതാ സൈഡിൽ ഇരുന്നിട്ട് കളക്ഷനൊക്കെ അടിക്കുന്നുണ്ട് ഗായ്സ്. ബ്ലഷ് ആയി എന്നൊക്കെ പറയുന്നുണ്ട് ഗായ്സ്. അതെന്താന്നറിയില്ല ഗായ്സ്. ഇവരൊക്കെ കളക്ഷൻ അടിക്കാണ് ഗായ്സ്. ഞാൻ കഷ്ടപ്പെട്ട് വ്ലോഗ് എടുക്കാണ്. എന്താടാ അമ്മാച്ചിന്ന് ഭ്രാന്തയാ? ബ്ലഷ് പോലും ഗായ്സ്. ഇവരിങ്ങനെ കളക്ഷൻ അടിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചാണ് ഗായ്സ്. സമയം 11 മണിയായിട്ടുള്ളൂ. പക്ഷെങ്കിൽ ക്ലൈമറ്റ് കണ്ടോ ഗായ്സ്, നല്ല ക്ലൈമറ്റാ ഗൈസ്. ഈ ക്ലൈമറ്റിൽ എവിടെയെങ്കിലും ട്രിപ്പ് വിടണം ഗൈസ്. ഐ മീൻ ലോങ് ഡ്രൈവ് വിടണം. ഇതിലൂടെ നമ്മൾ ഷോർട്ട് കട്ട് ആട്ടോ. നമുക്ക് 7 കിലോമീറ്റർ ലാഭമാണ്. അതുകൊണ്ടാണ് നമ്മൾ അഞ്ചരക്കണ്ടി വഴി വന്നത്. നമ്മൾ ഈ പേരാടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ശിവപുരം ഉരുവച്ചാല് വന്ന് ഉരുവച്ചാലിൽ നിന്ന് കൈനി റോഡ് കയറിയിട്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പൊ കറക്റ്റ് എന്നാ മൗഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് ഗൈസ്. ഒരു ദിവസം ഞാനും സൽമാൻ ഈ ഹമ്പ് കണ്ടോ, ആ ഹമ്പില് ഞാനും സൽമാനും ഒരു ദിവസം കണ്ണൂർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ് ഗൈസ്. പെട്ടെന്ന് സഡലിന് ഒരു ബ്രേക്കിംഗ് ആണ് അതിന് കാരണമായത്. അങ്ങനെ നമ്മൾ ഫൈനലി കണ്ണൂർ എത്തി ഗൈസ്. കണ്ണൂർ ടൗണിലെത്തിയില്ല, ചൊവ്വക്ക് എത്തിയിട്ടേ ഉള്ളൂ ഗൈസ്. ഇനിയിപ്പോ ക്ലൈമറ്റ് നോക്ക് ഗൈസ്, ഇരുടായിക്കൊണ്ട് നിൽക്കാണ്. രാത്രി വൈകുന്നേരം 6 മണി ആയതുപോലെ ഇപ്പൊ ഉള്ളത്. പക്ഷെ വാച്ച് നോക്കി കഴിഞ്ഞാൽ സമയം 11:27 ആയിട്ടുള്ളൂ. ഇനി പിടിച്ചുള്ളൂ. കാര്യം പറയാം, പെട്രോൾ വണ്ടി എടുക്കുന്നതിനെക്കാട്ട് ഏറ്റവും നല്ലത് നമ്മൾ ഡീസൽ വണ്ടി എടുക്കുന്നതാണ്. കാരണം മൈലേജും ഉണ്ട്. മൈലേജല്ലേ നമുക്ക് വേണ്ടത്, അഫോർഡ് ചെയ്യാൻ പറ്റണം. നമുക്ക് ഒരു യാത്ര പോവാന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചെലവിൽ പോകാനല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഡീസൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ചെറിയ പൈസക്ക് ഡീസൽ അടിച്ചിട്ട് കുറെ ഓടുകയും ചെയ്യാം. അതുകൊണ്ട് ഡീസൽ വണ്ടി എടുക്കുന്നതായിരിക്കും ഞാൻ പറയാൻ നല്ലതെന്ന് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെ കേട്ടോ, പെട്രോൾ വണ്ടീനെ കുറ്റപ്പെടുത്തല്ല. എനിക്ക് യൂസ് ചെയ്തതിൽ ഡീസൽ വണ്ടി ആയിരിക്കും കുറച്ച് ബെറ്റർ എന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പൊ നമ്മളിങ്ങനെ കണ്ണൂർ വൻ ട്രാഫിക് ആണ് ഗൈസ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. അതിൻ്റെതായ ഒരു റഷ് നമ്മൾ ടൗണിൽ കാണുന്നുണ്ട്. വൻ തിരക്കാട്ടോ, നല്ല തിരക്കുണ്ട്. പിന്നെ കണ്ണൂർ എപ്പോഴും തിരക്കാണ് ഗൈസ്. ചെയ്യുന്നില്ല, ചെറിയ രീതിയിൽ വെയിലും ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇപ്പൊ കണ്ണൂർ ഇങ്ങനെ വന്നേരം കറക്റ്റ് വെയിൽ വന്ന് ഇപ്പൊ ശരിക്കും ഒരു ചെറിയ മേത്തെല്ലാം ഒരു ചൂട് തട്ടിയ പോലെ ഗൈസ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൈജീന്റെ ഷോറൂം ഉണ്ട്, നമ്മളെ ഷാജിക്കായിട്ട് ഞാൻ ഭയങ്കര ടൈപ്പാണ്. What happened bro? Right side bro. ലെൻസ് കാർഡ് ഗൈസ്, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡില് ഒരു ചേട്ടൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കൊടയൊക്കെ ചൂടിയിട്ടുണ്ട്. കൊട ചൂടില്ല. ഇതാ നമ്മുടെ ക്യാപിറ്റൽ മാൾ. യാഗോ അല്ലെങ്കിൽ നമ്മൾ കാണുന്നൊക്കെ ചെയ്യും ബ്രോ. ഇതാ ക്യാപിറ്റൽ മാൾ ഗൈസ്. അലയൻസ് ഓൺലി. ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ 2-3 ഷൂസിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ, മേലയിലും താഴെയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ വുഡ്ലാൻഡ് ഉണ്ട്, യായ ഉണ്ട്. ഞാൻ ഇതാ വുഡ്ലാൻഡ് ഇതാണ് ഗൈസ്. ചെറുപ്പത്തില് NX നമ്മളെ റെയിൽവേന്റെ അവിടെ അല്ലേ ഗൈസ്? അതെ, 2018 നമ്മള് NX വന്നിട്ടാണ് ഡ്രസ്സൊക്കെ എടുക്കല്.
ഗൈസ് അതെ. അങ്ങനെ നമ്മളിപ്പം കണ്ണൂർ കാൾടെക്സിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കാൾടെക്സ് എത്തി. നമ്മുടെ സ്വന്തം കണ്ണൂർ കോക്ടെയിലിന്റെ ലൊക്കേഷൻ ആണ് ഗൈസ്. ഇതാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് മംഗലാപുരം അങ്ങോട്ടേക്കാണ്. കണ്ണൂരിന്റെ ഭാഗത്ത് കൊണ്ടുവച്ചിരിക്കുന്ന കോക്ടെയിൽ ജ്യൂസ് കുടിച്ചെന്നാണ് അതിന്റെ രുചി പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ നല്ല ചാമ്പലാണ്. ഇപ്പൊ ചാമ്പലാണ് എന്നൊക്കെ കുറെ റിവ്യൂസ് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ കുടിച്ചില്ല. എനിക്ക് കോക്ടെയിലിന്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമല്ല. ഇടയ്ക്കിടയ്ക്ക് അൺഎക്സ്പെക്ടഡ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് കൊണ്ട് ഞാൻ കുടിക്കുന്ന. ഇവിടെയാണ് ഗൈസ് കണ്ണൂർ കോക്ടെയിലിന്റെ ലൊക്കേഷൻ ഗൈസ്. ഇപ്പൊ റഷ് ഒന്നും ഇല്ല, മഴക്കാലമല്ലേ. മഴ ആയതുകൊണ്ട് തണുപ്പായതുകൊണ്ട് ആരും അങ്ങനെ ഷെയ്ക്ക് കുടിക്കാൻ വരൂല. ഞാൻ ഇതിനിടയ്ക്ക് അവിടുത്തെ റിവ്യൂ കേട്ടിട്ടുണ്ട്. ഇതാണ് ബേക്ക് ആൻഡ് ജോയ്. നല്ല ബിസ്ക്കറ്റും കിട്ടും ഗൈസ്. ആ ഹോട്ടൽ ശ്രീദേവി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിലൊരു സാധനം കാണുന്നുണ്ടോ നിങ്ങള്? അവിടുത്തെ ഊണില്ലേ, ഉച്ചക്കത്തെ ഊണും ബിരിയാണിയൊക്കെ എന്റെ മോനെ അത് വേറൊരു ലെവലാ. പിന്നെ കണ്ണൂരിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒതയൻസ് ഹോട്ടലാണ്. ഒതയൻസ് ആണോ ഒണ്ടേൻ ആണോ എന്ന് എനിക്കറിയില്ല. ഒതയൻസ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് ഗൈസ്. അവിടുത്തെ മീൽസിനെ കഴിച്ചിട്ടേ കണ്ണൂര് വേറൊരു മീലുള്ളൂ. ഒന്നളിയ അവിടുത്തെ ചെമ്മീനും അവിടുത്തെ ചോറും മീൻകറിയും അവിടുത്തെ സലാഡലും കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിവിട്ട് വരവ്. അതെ, അത് വേറെ ഒരു മൂഡാണ് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് റോഡിലേക്ക് കയറിക്കൊണ്ട് നിൽക്കാണ്. ഇവിടെ ഒരു നന്ദിനം ജീമാർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ സുഡിയോന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. സുഡിയാണോ സുഡിയാണോ ബ്ലോസം ഏതാടാ? ബ്ലോസം ബ്രാ അല്ലേ? ബ്രാൻഡ് കണ്ടാ. അതേപോലെ നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ എപ്പം കേൾക്കുന്നതാണ് സുനിത ഫർണിച്ചർ. ആ സുനിത ഫർണിച്ചർ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. അതേപോലെ ഇതാ ലെഫ്റ്റ് സൈഡിൽ ഇതാണ് സുഡിയോ. അതേപോലെ തൊട്ടിപ്പുറം തന്നെ സ്റ്റൈൽ ഫാഷനാ അല്ല ഇതെന്നാ സ്റ്റൈൽ യൂണിയൻ ഗൈസ്. കമ്പ്യൂട്ടർ സെന്ററിലുണ്ട്. ഇവിടെ റൂംസ്, നല്ല റെസ്റ്റോറന്റ് ഉണ്ട്. ഈ റെസ്റ്റോറന്റ് പേരെന്തായിരുന്നു? എൽഫ്ലോറ സ്കൈ പാലസ്. പിന്നെ ഗൈസ് ഇതാ ഒരു പ്രൊമോഷൻ ഗൈസ്. എന്തിന്റെ? ഇന്ത്യൻ വെബ്സൈറ്റ്, വെബ് ഡിസൈനിങ് കമ്പനി ഗൈസ്. ഒരു അടിപൊളി ലോറി വരുന്നുണ്ട്, രാജസ്ഥാൻ ലോറി ഗൈസ്. എന്ത് ലുക്കാ നോക്കിയേ. അവരെടുത്ത് അല്ലേ പാട്ടിലോട്ടെല്ലാം പോണ്ടിയല്ലേ, തോക്കും കണ്ടല്ലോ. പഞ്ചാബികളാ സീന്, വാളിങ്ങനെ എടുക്കും സീനാ ഗൈസ്. ഇതാണ് നമ്മളെ ഇന്ത്യൻ റെയിൽവേ, കണ്ണൂർ റെയിൽവേന്റെ ഒരു മേൽപ്പാലാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മളെ ഫ്രണ്ടിൽ കാണുന്നത് ഇവിടെ കുറെ മാളൊക്കെ ഉണ്ട് ഗൈസ്. കണ്ണൂർ സെൻട്രൽ മാൾ ഓഫ് EMAD, പിന്നെ ലുലു ഗോൾഡ് വരുന്നുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഗൈസ്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ എക്സിറ്റ് ആവുന്ന വഴിയാണ്. എക്സിറ്റ് ആവുന്നല്ല, പാർക്കിംഗിൽ നിന്ന് എക്സിറ്റ് ആവുന്ന വഴിയാണ്. ബേക്കിംഗ് ജോയാ. ബേക്കിംഗ് ജോയിന്റെ കിടിലം ബേക്കറി ഉണ്ട് ഗൈസ്. കുറെ പേസ്റ്ററി സ്നാക്സ് നോക്ക് ഗൈസ്. അടുത്ത മെയിൻ സ്നാക്സ് ആണ് ഗൈസ്. ചേട്ടാ 2 മുട്ട പപ്സ്, 2 എഗ് പപ്സ് ഗൈസ്. അതേപോലെ ഈ റൈറ്റ് സൈഡിൽ MRI വരുന്നുണ്ട്. അത് റെയിൽവേന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് MRI വരുന്നത് കേട്ടോ. റെയിൽവേയിൽ പോകുന്ന പാസഞ്ചേഴ്സിനൊക്കെ ഫുഡൊക്കെ വേഗം കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഏതാ നീ പറയൂ? ലോ ബഡ്ജറ്റിൽ നല്ല ഡ്രസ് എടുക്കാനാണ് നല്ല കളക്ഷൻ. ഓ ഗൈസ്, ഇവിടുന്ന് ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മളെ കണ്ണൂർ മാർക്കറ്റിലേക്ക് കയറാൻ പറ്റും കേട്ടോ. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് മാർക്കറ്റിൽ. പിന്നെ കണ്ണൂരിലെ മെയിൻ ബേക്കറി ആട്ടോ ഈ ഷിൻ എന്ന് പറയുന്ന ബേക്കറി. കണ്ണൂരിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിൻ എന്ന് പറഞ്ഞ ഒരു ബേക്കറി കാണാം. കാരണം അവരുടെ ഒരു ക്വാളിറ്റി ആണ് അവർ മെയിൻ ആയിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗൈസ്. മുന്നേ നേരത്തെ പറഞ്ഞ NS ഇവിടെയാണ് ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മളിപ്പോ 2020-ലും 2015-ലൊക്കെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നത് ഗൈസ്. അതെ, നമ്മളന്ന് ബസ്സിനൊക്കെ അല്ലേ വരുമോ മുന്നു. NS എന്നെല്ലാം പറഞ്ഞ ഷോപ്പില്ലേ ഗൈസ്. നമ്മളെ എന്താ പറയാ വലിയ എന്താ പറയാ ഇപ്പോഴത്തെ നമ്മളെ സുഡിയോ H&M എന്നെല്ലാം കാണുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അല്ലേ? റോസ് പൂവില്ല ഷർട്ട്. ഓ വേറെന്താ വേണ്ട. അതാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന NX എന്ന് പറയുന്ന ഷോപ്പ് ഉണ്ടോ? പിന്നെ അതാ അവിടെ സ്ട്രാപ്സ് അല്ലേ? സ്ക്രൈബ്സ് ഈ NSന്റെ ഇത് കണ്ടോ? അവിടുന്നാണ് നമ്മളെ പണ്ടത്തെ കളികൾ ഗൈസ്. അതാണ് ആ റെഡ് കണ്ടോ? ആ റെഡാണ് നമ്മളെ നിക്സാൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അവിടുന്നാണ് നമ്മൾ ഇപ്രാവശ്യം വീഡിയോ എടുക്കേണ്ടത് ഗൈസ്. അപ്പൊ നേരെ നമുക്ക് ഇനി അവരെ കോമ്പൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാം. ഒരു കാലം നല്ല ക്വാളിറ്റി ഉണ്ട് ഗൈസ് വീഡിയോന്. അപ്പൊ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാത്തവര് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക ഗൈസ്. നമ്മള് നിക്സാൻ ഇലക്ട്രോണിക്സിന്റെ
അണ്ടർഗ്രൗണ്ടിലെ പാർക്കിങ്ങിൽ വന്നിട്ട് ലോക്കായി ഗായ്സ്. കാരണം ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ലടാ. എക്സിറ്റ് ആ വഴിയേ ഉള്ളൂ. എക്സിറ്റ് അതല്ല ഇവിടെ ഇവിടെ വെച്ചോ. എന്നിട്ട് നമുക്ക് പോകുമ്പോ എന്തായാലും തിരിക്കണ്ടേ? പോകുമ്പോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുവാണ് ഗായ്സ്. ഇനിയിപ്പോ വണ്ടി ലോക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോവാം. നമ്മളെ കണ്ടന്റ് എന്താ നോക്കണം. വാവ്, ഇത് കൊച്ചിക്കാരൻ ഗായ്സ്. ഫുൾ ആക്സസറീസും കൊണ്ടാണല്ലോ ഇറങ്ങി അമ്മച്ചു. ഇത് നേരത്തെ അതെ ഞാൻ പറയുന്നത്. ബാ നമുക്ക് പോകാം ഗായ്സ്. ഇതാണ് നിക്സാൺ ഇലക്ട്രോണിക്സ്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മള് അങ്ങനെ ഇലക്ട്രോണിക്സിലേക്ക് കയറാൻ പോവാണ്. നമുക്ക് പോയി നോക്കാം ഇവിടുത്തെ അവസ്ഥ. ഗായ്സ് ലൊക്കേഷൻ മാറിപ്പോയി ഗായ്സ്. ഞാൻ അന്നേരെ മുന്നൂനോട് പറഞ്ഞ ഈടെയല്ല. പക്ഷെ നമ്മള് വായിച്ചിട്ടില്ല. ഇത് NRE എന്ന് പറയുന്നതാണ്. ഞാൻ വിളിച്ച് ഷോർട്ട് ഫോം അങ്ങനാണ്. അവിടെ നിക്സാൺ ഇലക്ട്രോണിക്സ്. ഞാൻ വിചാരിച്ച പുതിയ ഷോറൂം. അവിടെ ഇത് പുതിയ ഷോറൂമാ. ഒരു നീല കളർ പെയിന്റ്. എടാ ഞാൻ ഫസ്റ്റ് ഇതിന്റെ എണ്ണ കണ്ടോണ്ടില്ലേ. എടാ ഇതൊക്കെ ഞാൻ ഇതിന്റെ ഫസ്റ്റ് എണ്ണ കണ്ടോണ്ട് ഇത് പുതിയ തുറന്ന ഒരു ഷോറൂമാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നീ മറ്റേത് പറയല്ലോ കേട്ടോ. മുന്നൂനാ സംഭവം തെറ്റിപ്പോയേ. മുന്നാ വീടാന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ഗായ്സ്. ഇവിടെ എന്തെല്ലാം അടിച്ചു പൊട്ടിക്കുന്നുണ്ട് ഗായ്സ്. ഇവിടുന്ന് അടിച്ചു പൊട്ടിക്കുന്നുണ്ട് ബായി പ്ലൈവുഡ് ഗായ്സ്. അങ്ങനെ നമ്മൾ പിന്നെയും മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവിടെ ഒരു ബെൻസിന്റെ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് തന്നെ പോവാണ് ഗായ്സ്. ഫസ്റ്റ് ഷോപ്പിൽ പോയത് NRE എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് ഗായ്സ്. നമുക്ക് ലൊക്കേഷൻ മാറിപ്പോയതാണ്. നമ്മളും ശ്രദ്ധിച്ചിട്ടില്ല, മുന്നും ശ്രദ്ധിച്ചിട്ടില്ല. മുന്നുവാന്ന് പറഞ്ഞത്. ആടെയാന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് കണ്ണൂർ എന്നാ തന്നെ മുന്നൂനെ അറിയില്ല ഗൈസ്. എന്നിട്ടാണ് ഗൈസ് ഇവനിങ്ങനെ പറയുന്നത് ഗായ്സ്. അങ്ങനെ നമ്മളിപ്പോ മാർക്കറ്റിന്റെ ഏറ്റവും ബാക്ക് സൈഡിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ എത്തിയിട്ടില്ല. മാർക്കറ്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുനിസിപ്പാലിറ്റിന്റെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് ക്ലീൻ ചെയ്യുന്നത്. കാലാടുന്ന് മാറി ഇന്നിനും കാലുണ്ടാവും. ലെഫ്റ്റ് അല്ലേ? അവനക്കൊരു ഓണലടിച്ചാൽ മതി. ഈ ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് ഹോൾസെയിൽ ഏരിയ ഗൈസ്. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. എന്നാലും മെയിനായിട്ട് ഹോൾസെയിലാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഇവിടുന്ന് കിടിലം പോലെ വാങ്ങാം. അതാണ് ഈ ഒരു മാർക്കറ്റിന്റെ പ്രത്യേകത ഗൈസ്. അതാ ലോറിയിലൊക്കെ ലോഡ് ഇറക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആന്ധ്രയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നെല്ലാം വരുന്ന സാധനങ്ങൾ ലോഡ് ഇറക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇങ്ങനെയാണ് ഓരോ സാധനങ്ങളും നമ്മുടെ നാട്ടിലെത്തുന്നത്. ഇവൻ ഉപ്പ് വരെ. ഒരു PY 305037 എന്ന് പറയുന്ന ഇന്നോവ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. ഇനി നമുക്ക് മെല്ലെ കയറിപ്പോ. ആ ചങ്ങായും കൂടി കയറിപ്പോട്ടെ. അങ്ങനെ കയറിപ്പോവാൻ നിൽക്കുന്നതാണെങ്കിൽ ഓരോ ബൈക്ക് വരും. അതെ AP ആന്ധ്രാപ്രദേശിലെ ലോറിയാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കണ്ടുകൊടുക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ ലോറിനോടെല്ലാം ചെറിയ രീതിയിൽ ക്രഷ് അടിക്കും. കാരണം അതിന്റെ ഡിസൈൻ വർക്കിംഗ് ഭയങ്കര. തൊളയെ പ്രണയിച്ചാനോ? തൊളയല്ല, വള. ആ അതെ. ഗൈസ് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഒരു ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. ഞാൻ അധികവും കണ്ണൂരുള്ള സമയത്ത് ഇവിടുന്നാണ് ഫ്രൂട്ട്സ് വാങ്ങല്. അപ്പുറം ഫ്രണ്ടില് ഗൈസ് അവിടെ ഒരു ദ ന്യൂ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. ഗവൺമെന്റിന്റെ എന്തോ ഒരു ക്ലോത്തിങ്. അതെ, ഗവൺമെന്റിന്റെ ക്ലോത്തിങ് ആണ്. ആ അതെ, ഖാദി. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മൾ എവിടെ പോയിക്കാനും മാർക്കറ്റിലെത്തും ഗൈസ്. ബാങ്കിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്ന വണ്ടിയാണ് ഗൈസ്. വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പൊളിക്കും. അതിൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 5-6 കോടി ഉണ്ടാവും. ഓവറാ നിക്സാൺ ഇലക്ട്രോണിക്സ് ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ ആയിരുന്നു വരേണ്ടത്. പാർക്കിങ്ങിലേക്ക് ഇനി നമുക്ക് വണ്ടി നല്ല പാർക്ക് ചെയ്യണം. ഇതാണ് നമ്മളെ ലൊക്കേഷൻ. ഫ്രണ്ടിലൊരു വണ്ടി വന്നിട്ടുണ്ട്. അവർ പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് പാർക്കിങ്ങിലേക്ക് കയറ്റാം. ഒരു സെക്യൂരിറ്റി ചേട്ടൻ അവിടെ ഉണ്ട്. അത് ഞാൻ കേട്ടിനി. നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാണ്. ഓ
ഇവിടെ നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഗൈസ് റൈറ്റ് സൈഡിൽ. നമുക്കായിട്ട് ഒരു സ്പോട്ട് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പാർക്ക് ചെയ്യണം. തട്ടിയിട്ടില്ല, ഒന്ന് ബാക്ക് എടുക്കട്ടെ. നല്ല കട്ട്ലേറ്റിന്റെ സ്മെല്ല് ഗൈസ്. ഇറങ്ങാം. അതെ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനൽ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. ഇവിടെ വന്നേരില്ലേ ഈ എയർ ഫാനിൻ്റെ നല്ല സ്മെല്ലുണ്ട് ഗൈസ്. ഐ മീൻ കിച്ചണിൻ്റെ സ്മെല്ലാന്ന് തോന്നുന്നു. നല്ല സ്മെല്ല്, നല്ല മുരിഞ്ഞ കട്ട്ലേറ്റിൻ്റെ സ്മെല്ലില്ലേ അല്ലേ? വെളുത്തുള്ളി എല്ലാം നല്ല ചാലിച്ച മണക്കുന്നത്. ഇല്ല മുന്നേ നല്ല സ്മെല്ലില്ലേ? മുന്നല്ല ശ്വാസം മുട്ടിയത്. എടേ വാച്ച് ഉണ്ട് എൻ്റെ അടുത്ത്. അത് വേണ്ട ഇനിട്ടോ. എടാ എനിക്ക് വാച്ച് തരാൻ കഴിയില്ലല്ലോ. പക്ഷെ നീ കണ്ട ഞാനൊരു വാച്ച് മേടിക്കും. റോൾസ് റോയ്സിൻ്റെ 10 ലക്ഷം റുപ്യേൻ്റെ സാധനം ഞാൻ മേടിച്ചിട്ട് വരുന്നുണ്ട്. ഫെറാറിൻ്റെ ഫെറാറിയാ ഗൈസ്. വണ്ടി ലോക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോവാണ്. എടാ പാടാ. നല്ലൊരു ഗോൾഡിന്റെ ഇതുണ്ടോ ചെയിനുണ്ട് ഇവന്റെ വീട്ടിൽ. ഗോൾഡിന്റെ ചെയിനാ? ഇപ്പൊ ഇല്ലല്ലോ, ഞാനറിയില്ലല്ലോ ഇവന്റെ കയ്യിലുണ്ട്. ഇവൻ അല്ലെങ്കിലും ഒരു മൂഞ്ചന. കാരണം ഇവനില്ലേ, ഇവന് ബാഗില്ല, ഷഡിയില്ല, എന്തെങ്കിലും. ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇതാണ് ഗൈസ്, സോന റെസ്റ്റോറൻറ്റ്. പിന്നെ അവിടെ ബൂട്ട്സിൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് അവിടെ ബൂട്ട്സിൻ്റെ ഹൈപ്പർ മാർക്കറ്റ്. ഞാൻ ആദ്യമായിട്ട് ബൂട്ട്സിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്നത്. അല്ല മുന്നു അതിലേ ഫുള്ള് കളക്ഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നേ ഗൈസ്. ഞാൻ വർക്കിന് വന്നതാണ്, ഞാനൊരു ഡീസൻ്റ് ആണ്. എന്തിനു വന്നെയാ ഗൈസ്? ഇവൻ ലൈറ്റ് അടിക്കാൻ വന്നേ, ഇവൻ വീഡിയോ എടുക്കാൻ വന്നേ. ഓക്കെ, ഞാൻ പെർഫോം ചെയ്യാൻ വന്നത്. യാ ഗൈസ്, അങ്ങനെ നമ്മൾ നിക്സാൻ ഇലക്ട്രോണിക്സിൽ എത്തിയിട്ടുള്ളത് ഗൈസ്. വീണ്ടും പണി കിട്ടി ഗൈസ്. കാരണം ഇതുവരെ നിക്സാൻ്റെ പഴയ ഔട്ട്ലെറ്റ് ആണ്. ഇനി പുതിയ ഔട്ട്ലെറ്റിലേക്ക് ഇതിലൂടെ പോകണം എന്നാണ് പറഞ്ഞത് ഗൈസ്. വീണ്ടും തിരിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ വന്നു ഗൈസ്. ആരാ? എന്നല്ലോ. ഓ, അമ്മാച്ചി പുള്ളി ഇൻസ്റ്റാഡൊക്കെ ചെയ്ത് എക്സിക്യൂട്ടീവ് ലുക്കാകുന്നുണ്ട് ഗൈസ്. അമ്മാച്ചി അല്ലെങ്കിൽ അമ്മാച്ചുവിൻ്റെ കോസ്റ്റ്യൂം സെൻസ് വളരെ എന്താ പറയുക, ഒരു ആസ്തെറ്റിക് വൈബ് അല്ലേ? ദുബായിലെല്ലാം പോയതുകൊണ്ട് ഫുള്ള് മാറി. പണ്ട് ഇവൻ്റെ ഫോട്ടോ എല്ലാം കാണണം ബ്രോ, പണ്ടത്തെ ഇവനെ കാണണം. മാരേജിന് സ്മോക്ക് കത്തിച്ചു കൊടുത്താ പണിയാണ്. സ്മോക്ക് കത്തിച്ചിട്ട് മറ്റേ പുക വരുന്ന സാധനം അല്ലേ? നല്ലൊരു സെക്യൂരിറ്റി കാണാൻ നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ ഗേ അല്ല ഗായ്സ്, ഞാൻ ഗേ ആണെന്നാ നിങ്ങൾ ആരും വിചാരിക്കണ്ട. എനിക്ക് പക്ഷേങ്കിൽ ഞാനൊരു റിലേഷൻഷിപ്പിൽ ഇതുവരെ എൻഗേജ്ഡ് ആയിട്ടില്ല കേട്ടോ. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, മിങ്കിളാവാം. വിളിച്ചാൽ കിട്ടാത്തതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര വലിയ ബിസി ഒന്നുമല്ല ഗൈസ്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാച്ചിത ലുക്കായി ഗൈസ്. ഇത് നിക്സാൻ്റെ ഇതാന്ന് തോന്നുന്നു, വർക്ക്ഷോപ്പാന്ന് തോന്നുന്നു ഗൈസ്. അതാ നമ്മൾ നിക്സാൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ പുതിയ ഔട്ട്ലെറ്റ് എനിക്കിത് മനസ്സിലായത് എവിടെയാണെന്നുള്ളത് ഗൈസ്. ഇതാണ് നിക്സാൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റ്. ഇവിടെ നമ്മൾ അനസിക്ക എന്ന് പറയുന്ന ഒരാളെ കാണണം. മൂപ്പര് പറഞ്ഞുതരും നമ്മളെ വർക്ക് എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് ലിഫ്റ്റ് വഴി കയറിയാലോ ഗൈസ്. ഇവിടെ ലഗേജ് ലോഡ്സ് ഇതൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഗുഡ്സ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഈ സ്ഥലത്തിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എനിക്കൊന്നത് ബെല്ലാരി റോഡ് എന്നാണ് തോന്നുന്നു. ഗ്രില്ലെക്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ അവിടെ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. ഏതാ? അല്ലല്ല, ഇതും കൂടി ആണെന്നുണ്ടെങ്കിൽ നമ്മളിനി പരിപാടി നിർത്തുകയാണ്. നമ്മളെ ആള് ഫസ്റ്റ് ഫ്ലോറിലുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെ ലേറ്റ് എടുക്കാൻ ഇതാ ലേറ്റ് മാൻ പോകും, കാറിലാണ് ലേറ്റ് ഉള്ളത്. അത് നമുക്ക് നമ്മളെ വർക്കിൻ്റെ കാര്യത്തിൽ കൺഫേം ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി വന്നിട്ട് നമുക്ക് ലേറ്റ് എല്ലാം എടുത്താൽ മതി. ഓക്കെ, എന്തായാലും നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം ഗൈസ്. അത്യാവശ്യം നല്ല റഷൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി അനസിക്കാനെ നമ്മൾ കണ്ടുപിടിക്കണം. സ്പെഷ്യൽ സ്പ്രൈസറെല്ലാം ഉണ്ട് ഗൈസ്. നമ്മൾ ആരെയും കണ്ട് അനസിക്കാണ് ഗൈസ്. ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. മുനവർ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതാണ് കസ്റ്റമർ ലോഞ്ച്.
നീ ഇൻസൈഡ് ഔട്ട് ആക്കിയാ? ഇൻസൈഡ് മറ്റൊരു അന്തരീക്ഷല്ലേ? ഓ, നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. മാനേജർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാനേജർ എവിടെയോ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഫൈനലി മാനേജർ വന്നു ഗൈസ്. ഇനിയിപ്പോൾ മാനേജറെ കൂടെ ജസ്റ്റ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം പുറത്തൊക്കെ നല്ല മഴയല്ലേ. അപ്പോൾ ചായ കുടിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. മുന്നോ ഫുഡ് കഴിക്കാം. അതെ ഗൈസ്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ആയിട്ട് ലേറ്റ് ആയിട്ടൊന്ന് കഴിക്കാം. അമ്മാച്ചു കഴിക്കണ്ടേ? ഗൈസ്, അത്യാവശ്യം എല്ലാം വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഗൈസ്. പാത്രം മുതൽ ഫ്രിഡ്ജ് മുതൽ എന്തിന് ഈവൻ ഫോർക്കിൻ്റെ 5 ടൈപ്സ് കളേഴ്സ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ മൺചട്ടിയാന്ന് തോന്നുന്നു ഗൈസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നത് മൊത്തം ടോട്ടൽ 5 ഫ്ലോർ ഉണ്ട്. നില മുന്നോ 5 ഫ്ലോർ ഉണ്ടെന്നാണ് തോന്നുന്നത്. സോ ക്യൂട്ട് ഗൈസ്. എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റീലിലാണെങ്കിലും ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിലും അല്ലേ? ഓ, മറ്റേ മഗ്ഗല്ലാണ് പബ്ബിൽ കിട്ടും അല്ലേ? എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഗൈസ്. എന്തിന് ഈവൻ EMI വരെ അവൈലബിൾ ആണ്. അതും നമ്മുടെ ജിം എക്യുപ്മെൻറ്റ്സിനാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. താഴെ വിശാലമായൊരു എന്താ പറയുക റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. അതൊരു ബില്ലിംഗ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇനി നമ്മളിപ്പം ജസ്റ്റ് ഇവരെ തന്നെ ഒരു പുറത്തൊരു കോഫി ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് ജസ്റ്റ് കോഫിയൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്യാമെന്നല്ല, ജസ്റ്റ് ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് ജസ്റ്റ് ഇന്ന് നമുക്കൊരു എന്താ പറയുക കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കോഫിയൊക്കെ കുടിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ചിട്ട് നല്ല തീം ആലോചിച്ചിട്ട് വേണം ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഗൈസ്. ഇവിടെ ഒരു എന്താ പറയുക ജിംനി ഉണ്ട് ഗൈസ്, ഫുൾ മോഡിഫൈഡ് ചെയ്ത്. ഞാൻ ഫസ്റ്റ് കണ്ടേരം വിചാരിച്ച് മറ്റേ ജീപ്പിൻ്റെ റൂബിക്കോൺ ആണെന്ന്. പക്ഷേങ്കിൽ ഇത് ജിംനിയാണ് ഗൈസ്. നല്ല ടയർ 4x4 ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. മാക്സ് 6 എന്ന് പറയുന്ന ടയറാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്, കോഫി കുടിക്കുന്നത്. യാ ഗൈസ്, അങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് കോഫി കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. മച്ച് എവിടെ ഇരിക്കോ? ഇതെവിടെ ഇരുന്നോ? കുറച്ച് വെളിച്ചെല്ലാം എടുത്തിരിക്കാം. യാ ഓ, ആംബിയൻസ് കുഴപ്പമില്ലല്ലോ ഗൈസ്. ഗൈസ് 2 പേസ്ട്രി കേക്കും ഐസ്ക്രീം കേക്കാന്ന് തോന്നും. ഐസ്ക്രീം കേക്കും ഹോർലിക്സും ലേറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. വെയിറ്റായിട്ട് കഴിക്കുന്നുണ്ട്, ബട്ട് ഇപ്പോഴല്ല. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ലഞ്ച് നമുക്ക് ഹെവി ആയിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോഴേക്കും അമ്മാച്ചു ട്രെയിൻ കയറി പോവും. പിന്നെ ഞാനും മുന്നും മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ ചോറ് കഴിച്ചിട്ട് പോകാൻ നിൽക്കണ്ട, നേരെ വിട്ടു അടുത്ത ട്രെയിനായി. അപ്പോൾ ഞാനും മുന്നും ഹെവി ആയിട്ട് ഇന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ. പക്ഷേ അമ്മാച്ചു അങ്ങനെയല്ല. അമ്മാച്ചു നമ്മൾ 3 കൂടിയിട്ട് ഇന്ന് കാരണം ഫുഡ് കഴിക്കും. ഓക്കെ, മിച്ചമായ രീതിയിൽ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഷോക്കടിക്കും കറണ്ട് സാധനങ്ങൾ ഷോക്കടിക്കും കറണ്ട് സാധനങ്ങൾ ഗൈസ്. നീല്ലേ ഞാൻ മച്ചൂനോട് പറഞ്ഞു എല്ലാം ഒന്നിനൊന്ന് മെച്ചം അങ്ങനെ പറയാം. അമ്മ മച്ചൂനെ ഏൽപ്പിക്കും. ഒരു ബൈറ്റ് എടുക്കും നോക്കട്ടെ, ഫേസ് എക്സ്പ്രഷൻ നോക്കട്ടെ. ഗൈസ് അതിൻ്റെ കൂടി ചൂട് ഹോർലിക്സ് ഭയങ്കര ബോറാട്ടോ. അല്ലേ? ബോറല്ലേ? ഓപ്പൺ ആയിട്ട് പറഞ്ഞോ, നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ എടുക്കൂ. ഇത് സ്പോൺസർ ചെയ്തത് നിക്സാണിലെ മാനേജറാണ്. പക്ഷെങ്കിൽ ഒരുമാതിരി വൃത്തിയായിട്ട് സ്പോൺസർ. പക്ഷേ ഇവിടുത്തെ ആംബിയൻസും ഫുഡും ക്വാളിറ്റിയും പിന്നെ സ്റ്റാഫിൻ്റെ റിവ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. ബട്ട് പക്ഷെങ്കിൽ എന്താ പറയുക സ്പോൺസർഷിപ്പ് ഭയങ്കര ബോറായിപ്പല്ലേ. നമ്മൾ അങ്ങോട്ട് ചോദിച്ചില്ല, ഇങ്ങോട്ടേക്ക് ചോദിച്ചു, അല്ലാണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചോദിച്ചൊന്നുമല്ല. നമുക്ക് അത്ര കഴിച്ചോ എന്നിട്ട് തുടങ്ങാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കയറ്റിയിട്ട് ഇവിടെ എത്തിയിട്ട് അവരോട് വിളിച്ച് പറഞ്ഞോളൂ ഹോട്ടായിട്ടുള്ള ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി. എന്നിട്ട് എക്സെട്രാ ഉദാഹരണത്തിന് പറഞ്ഞത് കോഫി ഓർ ബൂസ്റ്റ് ആണ്. വാട്ട് ദ ഫക്ക് ബ്രോ അല്ലേ? പത്തിന് തന്നെ പറയണം എല്ലാം മാറ്റും. പക്ഷെ എന്നാലും നമ്മളങ്ങനെ ഒഴിവാക്കുന്നില്ല. നമ്മളൊരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ബില്ലൊക്കെ ഞാൻ പേ ചെയ്തോളും ബ്രോ, എടുത്തോ കണത്തിലെടുത്തോ എന്ന് പറഞ്ഞല്ലേ. ഗൈസ് എൻ്റെ ലൈഫിൽ ഞാൻ ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ ഇതോട്ട് പോയില്ല ഗൈസ്. കാരണം നിക്സാണിൻ്റെ മാനേജർ വന്നിട്ട് പറഞ്ഞു ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടേ
ബില്ല് നമ്മളോട് കൊടുക്കാൻ. നമ്മളത് ആവശ്യപ്പെട്ടിട്ടുമില്ല, നമ്മുടെ പാക്കേജിൽ ആ ഒരു കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അല്ലേ. വിളിച്ച് അപമാനിക്കുന്നത് ഒരുമാതിരി മുമ്പേരാണ് ഗായ്സ്. അക്കൗണ്ടിൽ പൈസയൊക്കെ ഉണ്ട്, അത് ചെയ്ത് കൊടുക്കുന്നതിന് വിഷയമൊന്നുമില്ല. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ അനാവശ്യമായിട്ട് പേയ്മെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്ന പൈസ കൊടുക്കുന്നത് അത് മര്യാദ തന്നെ, അത് ഞാൻ കൊടുക്കും. പക്ഷേങ്കിൽ നമ്മളോട് അവർ അത് കൊടുക്കാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതെ അവർ സ്വീകരിച്ചിട്ട് ഒരുമാതിരി മറ്റേ പരിപാടി കാണിച്ചിട്ടേ ഗൈസ് എനിക്ക് ഇതൊന്നും പോസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഞാനുള്ള കാര്യം ഓപ്പണായിട്ട് പറയും. നിക്സാണിൻ്റെ ബ്രാൻഡ് ഓണറോടൊന്നും ഞാനൊന്നും പറയാനൊന്നുമില്ല. എനിക്ക് പറയാനുള്ള ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഇപ്പം കിട്ടിയൊരു എക്സ്പീരിയൻസ് വളരെ ബോറായിരുന്നു എന്ന് ഞാൻ പറയും. ഇപ്പോൾ വന്നതാണ് അനസ് ബ്രോ ആണ് നമ്മളെ ഇന്ന് മൊത്തം ഗൈഡ് ചെയ്യുന്നത്. ഇതാണല്ലേ ഓക്കെ. 3490. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടാ ഇതെന്ന് സാധനം എയർ ഫ്രയറാണ്. എയർ ഫ്രയർ എടുത്തിട്ട് നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇതിന്റെ ശരിക്കും പ്രൈസ് എത്ര വരുന്നത്? എടാ ഇത് ശരിക്കും ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാം? 5000 നോക്കട്ടെ 5490 ഗൈസ് ഇതിന്റെ ഒറിജിനൽ MRP വരുന്നത്. ബട്ട് ഇവരെത്രക്കാ കൊടുക്കുന്നതെന്ന് അറിയോ? 199 ഒന്നല്ല, ഇതെന്നാ ടീഷർട്ടോ 199 ഒന്നല്ല, വെറും അത്ര 1690 രൂപയ്ക്കാണ് ആ സാധനം കൊടുക്കുന്നത്. നിക്സാണിൽ അത്രയും ഡിസ്കൗണ്ട് ഇപ്പം നടക്കുന്നുണ്ട്, ഓഫർ സെയിലാന്ന് തോന്നുന്നു. മുന്നു വിചാരിച്ച് മുന്നു ജിമ്മിന് പോകുന്നോണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. ഫ്രീ ആയിട്ട് കൊടുത്താന്ന് ഓൻ വിചാരിച്ചു. അമ്മാച്ചു ഓൻ പറയാ ജിമ്മിന് പോകുന്നില്ല, അതുകൊണ്ട് ഇത് നമുക്ക് നല്ലതാണ് മോനെ. അതെ ഓയിൽ കൂട്ടാണ്ട് ഇന്നാ, പക്ഷെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. എടാ ഇന്നാ ലൈറ്റ് എടുക്ക് എടാ ഇന്നാ ലൈറ്റ് എടുക്ക്. അത് ശരിയല്ലേ, ബിൽഡിങ്ങിനുള്ളിലാണെങ്കിലോ എന്നാ പിന്നെ ഗായ്സ് നമ്മൾ ഈ ഒരു സാധനം വെച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം ഗായ്സ്. നമ്മളൊരു കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനും അമ്മാച്ചും നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും. ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മുനവറും മുനാക്കോ ആണ് ഗായ്സ്. എടാ നമ്മൾ ഈ വർക്ക് പൊളിക്കൂലേ? നമ്മൾ ഇൻസൾട്ട് ചെയ്ത വർക്ക് നമ്മളിത് പൊളിച്ചു കൊടുക്കൂലേ? അല്ല അതിലെന്താ പറയാനല്ലേ? അങ്ങനെ നമ്മളിപ്പോ നമ്മളെ പ്രൊഡക്റ്റിന്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഔട്ട് സൈഡ് ഷൂട്ട് നമ്മൾ കഴിഞ്ഞു ഗൈസ്. നമ്മൾ ഈ ഒരു ലൊക്കേഷൻ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ ഇനിയിപ്പോ നിക്സാണിലേക്ക് പോവാണ് ഗൈസ്. ഇത് മറ്റേ വീഡിയോ ചെയ്യാ, ഇത് അബിബാസ്, അത് അഡിഡാസ്. ഗൈസ് വീണ്ടും നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിട്ട് ദേണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മുന്നുണ്ട് വണ്ടിന്ന് നമ്മളെ ലൈറ്റ് എടുക്കുന്നുണ്ട്. ഇതാണ് നിക്സാണിന്റെ പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് സ്റ്റോറി. ഇപ്പം നമ്മൾ ന്യൂ സ്റ്റോറിലാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. നല്ല മഴ ഇങ്ങനെ പാറുന്നുണ്ട് ഗൈസ്. കറക്റ്റ് നമ്മളെ കണ്ടന്റ് ഷൂട്ട് ചെയ്ത് കഴിയലും കറക്റ്റ് മഴ പെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഗൈസ് വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ വീണ്ടും വന്നതിലൂടെ തന്നെ ഇതിലൂടെ നമ്മളിപ്പോൾ ഇന്ന് തന്നെ 5 വട്ടം പോയിന്നാ തോന്നുന്നത് ഗൈസ്. കാരണം അവിടെ പാർക്കിംഗ് ഒക്കെ നല്ല ഫുള്ളായിട്ടുള്ളത്, കാരണം അത്രയും റഷ് ഉണ്ട് ഗൈസ്. നിക്സാണിൽ അത്രയും വലിയ ഓഫറാണ് നടക്കുന്നത് ഗൈസ്. ഈ ഒരു സെക്യൂരിറ്റിനെ ഞാൻ പറഞ്ഞത്. സെക്യൂരിറ്റി ഹായ്, യൂട്യൂബ് ചാനൽ. എനിക്ക് ആ സെക്യൂരിറ്റിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ക്രഷ് അടിച്ചു ഗൈസ്. എന്ത് ഉസ്മാനാ ഗൈസ്? മുന്നിൽ ലൈറ്റൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പോവാണ്. ഐ തിങ്ക് നമ്മളപ്പോൾ നേരെ നിക്സാണിൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, നല്ല റഷാണ് ഗൈസ്. എന്താ അറിയില്ല, തിങ്കളാഴ്ച നല്ല റഷ് ഉണ്ട്. പിന്നെ കണ്ണൂർ ആയതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ അപ്പോൾ നിങ്ങൾ ആരും പറഞ്ഞുകൊണ്ട് ഈ ഒരു എയർ ഫ്രയറിന് എത്ര വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5490 രൂപയാണ് MRP വരുന്നത്. പക്ഷേ നിക്സാണിൽ ഇപ്പോൾ ഓഫർ സെയിൽ നടക്കുന്നത് വെറും 1690 രൂപയ്ക്കാണ്. നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട പ്രൊഡക്ട്സ് ആണ് ഇതിപ്പോൾ ഇനി 3rd ഫ്ലോറിലേക്കാണ് പോകുന്നത്. ബ്രോൻ്റെ പേരെന്താ ബ്രോ? അക്ഷയ്. ഇത് ജസ്റ്റ് യൂട്യൂബ് ചാനൽ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സാണ് നമ്മളിപ്പം പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. അമ്മാച്ചു സാക്ക്. ഇപ്പം നമ്മളുള്ളത് 3rd ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്. നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല ആംബിയൻസ് ഉള്ളൊരു സ്പോട്ട് ഗൈസ്. നമ്മൾ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ജിം എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഡംബലുണ്ട്, ട്രക്ക് മില്ലുണ്ട്, സൈക്ലിംഗ് ഉണ്ട്. അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് നിക്സാണിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫർ സെയിലിൽ നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഗൈസ്. നല്ല ടെമ്പിൾസ് എല്ലാം ഉണ്ട്, എയർ ഫിറ്റിൻ്റെ. അത്യാവശ്യം കിട്ടില്ല. ഇവിടുത്തെ ഇൻറ്റീരിയലൊക്കെ നോക്കിയാൽ ഇവിടുന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നല്ല ക്ലോക്ക് ഗൈസ്. ഐ തിങ്ക് റിയലി ലൈക്ക് ദിസ്. നല്ല ബാക്ക്ഗ്രൗണ്ട്.
ഇതേപോലത്തെ ഒരു കിച്ചണൊക്കെ നമ്മളെ വീട്ടിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈസ് ആയിരിക്കും ഗൈസ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആരൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ്. ഐ തിങ്ക് ഇതാണ് ഗൈസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ്. ഇൻഡക്ഷൻ കുക്കറുണ്ട്, അതേപോലെ കിച്ചൺ സെറ്റ് ഉണ്ട്, ഐ തിങ്ക് വേറെ കാസറോൾ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. ഏതാ ഗ്ലാസ് വരുന്നത്? പിന്നെ വരുന്നത് കുറച്ച് കോപ്പാസ് ഉണ്ട്, ബൗൾസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് വരുന്നത് ജാറാണ്, സ്വീറ്റ് പെപ്പർ ജാറുണ്ട്, എയർ ഫ്രയർ ഉണ്ട്, പിന്നെ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ഉണ്ട് ഐ തിങ്ക്. പിന്നെ വരുന്നത് ഗൈസ് ഇതേതാ, ഇത് ഡിന്നർ സെറ്റ്, ഓക്കെ. പിന്നെ ബിരിയാണി പോട്ട്, അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റ്സാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ തന്നിട്ടുള്ളത് ഗൈസ്. നമുക്ക് എത്ര ചെറിയ സാധനം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് മാക്സിമം അതിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യും ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നത് മറ്റേ കോട്ടാന്ന് തോന്നുന്നു, ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്നത്. ഇത് ലേറ്റാണ് ഗൈസ്, സേഫായിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് അവിടെ ഈ സാധനത്തിന് മുകളിൽ കയറുന്നതായിരിക്കും. എന്നാ സാധനം എന്നറിയോ? എന്നാ കയറിയിരിക്കുന്നത് നോക്കട്ടെ. ഓ കാശ്മീർ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ്. ഇതൊക്കെ വാഷ് ബേസിൻ്റെ ഓരോ ഡിസൈൻ നോക്കുക ഗൈസ്. ഇവിടെയുള്ള ആരോ സോൾഡ് ഔട്ട് ആക്കി. ഇവിടെ നോക്കി ഗോൾഡൻ കളറിലുണ്ട്, സിൽവർ ഉണ്ട്. സിൽവർ എന്നല്ല ഗൈസ്, ഇതൊക്കെ ഏതാ കളറെന്നും കൂടി അറിയില്ല ഗൈസ്. അത്യാവശ്യം കുറേ പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട് ഗൈസ്. ഇതെന്താ മോട്ടറാന്ന് തോന്നുന്നു കേട്ടോ. ഇത് മോട്ടറല്ലേ, ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇതിനെക്കുറിച്ച് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ അത്യാവശ്യം വീട്ടിൽ കിച്ചണിൽ ഉപയോഗിക്കുന്ന പൈപ്പൊക്കെ കണ്ടു ഗൈസ്. റെസ്റ്റോറൻറ്റിലേക്ക് ഉപയോഗിക്കുന്ന സാധനം ഉണ്ട്, നോക്കിയേ, നല്ല സാധനം ഒക്കെ നല്ല രസമുണ്ട് ഗൈസ്. എല്ലാം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നൊരു പ്രൊഡക്റ്റ് പോലെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ നോക്കിയാൽ നല്ല വാഷ് ബേസ്. യാ നിക്സാൻ്റെ അനൗൺസ് ഇവിടെ തന്നെ നടക്കുന്നുണ്ട് ഗൈസ്. ഇതൊരു കിച്ചൺ സെറ്റാണ് ഗൈസ്, ഫുൾ ടോട്ടൽ കിച്ചൺ സെറ്റ്. ചെറിയ വീട്ടിലൊക്കെ നല്ല കിടിലം പോലെ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റും. വാവ്, ഇതൊക്കെ നോക്കി ഗൈസ്, നല്ല ആസ്തറ്റിക് ഫീൽ ഉണ്ട്. നോക്കി ഇതിൻ്റെ ഒരു വർക്കിംഗ് നല്ല രസമുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ ഉണ്ട്, കോഫി പൗഡർ, ടീ പൗഡർ, ഷുഗർ, സാൾട്ട്, മസാല. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത് നോക്കാം. ഓ, ഇതിനുള്ളിൽ ബദാമുണ്ട്. ഇതൊക്കെ ഇതാട്ടോ, ഡമ്മിയാണ്. ഇതൊക്കെ ക്ലോസ് ചെയ്യട്ടെ. ഇതിൻ്റെ ഉള്ളിൽ പ്ലേറ്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ. പിന്നെ ഇവിടെ കുക്കിംഗ്, നല്ല മഗ്. ഓ, ഇത് ഫൈബർ ആട്ടോ. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര വെയിറ്റ് ആണ്, ബട്ട് ഇത് വെയിറ്റ്ലെസ് ആണ്. ഇങ്ങനെ ഓപ്പൺ ആക്കുന്നതെന്ന് എനിക്കറിയില്ല. നല്ല സ്റ്റൗ ഉണ്ട്. ഹെൽത്തും ഫിറ്റ്നസ്സൊക്കെ കെയർ ചെയ്യുന്നവർക്കും നോക്കുന്നവർക്കും ശ്രദ്ധിക്കുന്നവർക്കും എന്തായാലും നിക്സാണിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ് അല്ലേ. ഇവനൊക്കെ വെറുതെ കുറേ സമയം നടന്ന് കളിക്കുന്നത്. ഓ ബെഡ് ബ്രോ, ഏതാ വണ്ടിക്ക്? ഓ ഇത് നോക്കുക ഗൈസ്, തൊടുമ്പോൾക്ക് അമർന്നു പോകുന്നു. ആയിരിക്കും സിംഗിൾസിന്. ഇതിനോ ഓ മാരേജ് ആയിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫാമിലി ബെഡ് എടുക്കേണ്ടി വരും. ഫാമിലി കോട്ട് കല്ല് പോലെ ഉണ്ട്. സസ്പെൻഷൻ കുറവാ. അത്യാവശ്യം പില്ലോസ് ഉണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, അതുപോലെ ബ്ലാങ്കറ്റ് ഉണ്ട്. ഡിലക്സ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഗോൾഡ് ഡിലക്സിൻ്റെ എല്ലാം ഉണ്ട് ഗൈസ്. അത്യാവശ്യം എല്ലാ ബ്രാൻഡിൻ്റെയും. എമ്മേൻ്റെ ബ്രെഡോ? ഓ ബ്രെഡല്ല, ബ്രെഡ് എന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ ബെഡ് എന്ന് തന്നെ പറഞ്ഞത്. മാൻ മാട്രസ്. ഞാൻ ഇതിൻ്റെ കുറേ ആഡ്സ് കണ്ടിട്ടുണ്ട് കേട്ടോ. 36,000 സാധനം വെറും 27,000 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. 31 23. എല്ലാം ഡിസ്കൗണ്ടാണ് ഗൈസ് മെയിനായിട്ട് ഇവിടെ. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അഫോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ലിറ എന്ന് പറയുന്ന കിച്ചൺ സെറ്റാണ്, കിച്ചൺ ലിറ അങ്ങനെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതാ ടൈലർ മെഷീൻ ഉണ്ട് ഗൈസ്, എല്ലാ ബ്രാൻഡിൻ്റെയും ഉണ്ട്. ഇതേതാ കുറേ ഗൈസ്, ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ സ്റ്റിച്ചിങ് മെഷീനാണെന്ന് തോന്നുന്നു ഗൈസ്. അതും ഉഷാൻ്റെ പ്രോ സീരീസ്, ബ്രോ മിഷ്യനിൽ വരെ പ്രോ സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രോ മോട്ടർ ഉണ്ട്. പിന്നെ വേറെന്താ, പിന്നെ ഈ മുകളിൽ കാണുന്ന ലൈറ്റ് എങ്ങനെയുണ്ട് ഗൈസ്, നല്ല രസമില്ലേ ഗൈസ്. ഇവർ കുറേ സമയമായിട്ട് ഇങ്ങനെ നടന്ന് കളിക്കാണ്. ഓ
ഇവൻ ജിമ്മനാണ്, ഇവൻ ജിമ്മ് പോകില്ല ഗൈസ്. എന്നിട്ട് ഇവനിക്ക് ട്രയൽ കാണിച്ചു കൊടുക്കാണ്. ഇപ്പാനോന് അത് കളിക്കല്ലേ നീ. ഡിജിറ്റൽ ലൈറ്റ്സിനൊക്കെ അപ് ടു 50% ആണ് ഡിസ്കൗണ്ട് ഇവിടെ കൊടുക്കുന്നത്. സ്വിച്ച് ഓഫ് ആയി. ഓ ക്വാളിറ്റി അല്ലേ. പൊറക്കം വേണ്ടി കുടിക്കാൻ തന്നില്ല. വാവ്, അതെന്നാ ലോട്ടോ ചോക്കപ്പ് ചെയ്യാ. ആടോ ലോട്ടോ ചോക്കപ്പ് ഏതാ കുട്ടിയൊക്കെ മേടിച്ചാ? ഓ ഞാൻ ചൂലും ഇതെല്ലാം എനിക്കില്ല. അറ്റാച്ച്ഡ് ഓവൻ ഗൈസ്, നല്ല ബ്രിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു. ഓ നമ്മൾ ഈ നിക്സാണിലെ വർക്കും കഴിഞ്ഞ് നേരെ ഫുഡും കഴിച്ച് ഒണ്ടേൻ ഹോട്ടലിൽ നിന്ന് നല്ല മീൽസും കഴിച്ച് ഞാനും മുന്നും അമ്മാച്ചും തിരിച്ചു പോവാണ് ഗൈസ്. എടാ ഫുഡ് ഇനി അടിപൊളിയാന്ന് പറയണ്ട. ഒതേൻസ് ഹോട്ടലിലെ ഫുഡിനെ കുറിച്ചിട്ട് ആരും റിവ്യൂ പറയണ്ട, കാരണം അവരെ ക്വാളിറ്റി ഉണ്ടല്ലോ അടിപൊളിയാ. നല്ലല്ലേ ബർക്കത്തില്ല ഒരു എന്താ പറയാ, അതാണ് അടുത്ത ആ ഒരു റഷ് കണ്ടിട്ടില്ല നീ ഗൈസ്. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാനത്. ഇനിയിപ്പോ ഈ കാണുന്ന ഭാരതിന്റെ പമ്പിൽ കയറിയിട്ട് ഒരു 1000 റുപ്പീസിന് പെട്രോൾ ചാമ്പണം ഗൈസ്. എന്നിട്ട് വേണം യാത്ര വീണ്ടും തുടങ്ങാൻ. ഗൈസ് പമ്പിലെത്തിയിട്ടുള്ളത് ഇവിടെ ഓട്ടോ പെട്രോൾ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. അമ്മാച്ചൂനെ നമ്മളെ മംഗലാപുരത്തേക്ക് വിടുന്നില്ല കേട്ടോ, കാരണം ഓനിന്ന് പോകുന്നില്ല. നല്ല മഴയായതുകൊണ്ട് ഓൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മംഗലാപുരം ട്രിപ്പ് ക്യാൻസൽ ചെയ്തു ഗൈസ്. പുറത്ത് നല്ല മഴയുണ്ട്. ചെറുങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞാൻ മഴ നനഞ്ഞു. ഈ ഫ്രണ്ടിലേക്ക് കയറ്റി വെച്ചില്ലെങ്കിൽ ഓട്ടോക്കാരനും ഇതാക്കി ബാക്കിയുള്ള എല്ലാവരും വന്നിട്ട് കൊണ്ടുവരും ഗൈസ്. നമുക്ക് ലൈറ്റ് ആവും ഗൈസ്. ഫസ്റ്റ് ഡീസൽ ഇന്ത്യൻ വെച്ചപ്പോൾ ഒരു 1000 പെട്രോൾ അടിക്കട്ടെ. വീഡിയോ അല്ലേ എടുക്കുന്നേ ഗൈസ്. അമ്മാച്ചിന് ഇടക്കിടക്ക് എന്തെല്ലാം ഇളകുന്നുണ്ട്. എന്ന് എന്റെ പ്രശ്നമോ കണ്ടോ, സ്വന്തം ചിരിക്കുന്ന സ്നാപ്പൂര് ഫുള്ള് വെള്ളം കയറിയിട്ടാണുള്ളത് ഗൈസ്. ഇവിടെ എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ റെയിൽവേന്റെ അടിയിൽ എപ്പോഴും വെള്ളം കയറുന്നതാണ്. ഇനിയിപ്പോ നേരെ നമുക്ക് ഇരുട്ടിയിലേക്ക് വെച്ച് പിടിക്കാം ഗൈസ്. അമ്മാച്ചു പെട്ടെന്ന് തീരുമാനം മാറ്റി ഗൈസ്. അമ്മാച്ചു തിരിച്ച് നമ്മുടെ കൂടെ നാട്ടിലേക്ക് വരുന്നില്ല ഗൈസ്. ഓന് പെട്ടെന്ന് ഓന് മംഗലാപുരത്തേക്ക് തന്നെ പോകാമെന്ന് ഫിക്സ് ചെയ്തു ഗൈസ്. അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ തലാൽ ചിക്കനിൽ, താന ചിക്കൻ, സോറി തലാലല്ല താന ചിക്കനിൽ ഗൈസ്. അമ്മാച്ചു കൊണ്ട് പോകാനുള്ള തിരക്കിലാണ്. ഇതാന്ന് തോന്നുന്നു അമ്മാച്ചുവിൻ്റെ ഫ്രണ്ട്. ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ താനെയാണ് ഗൈസ്. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എന്തായി ബഹുവാ ഗൈസ്. മട്ടന്നൂർ കേക്ക് ഹബ്ബിൽ വന്നിട്ടുള്ളത് ഗൈസ്. അവിടെ പിസ്താഷോ ഡ്രീം കേക്ക് ഉണ്ട് മാംഗോൻ്റെ. അത് ട്രൈ ചെയ്യാൻ വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരു ജസ്റ്റ് ചീസ് കേക്ക് വാങ്ങിയിട്ടുണ്ട്.